എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 200 ഗ്രാം വെണ്ടയ്ക്കയാണ്. കൂടെ എടുക്കുന്നത് ഒരു 10 ചുവന്നുള്ളിയാണ്. പിന്നെ ഞാനിതിലേക്ക് എടുക്കുന്നത് 4 പച്ചമുളക്. ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. കൂടെ ഒരല്പം മുളക് ചതച്ചതോടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായി കഴുകി അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വരാം. സ്റ്റൗ കത്തിക്കാം. ഇതിലേക്കൊരു പാത്രം വെക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതായാലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണ് ഒന്നുകൂടി നല്ലത്. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകിടാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരല്പം കടുക് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി പൊട്ടി വന്നോട്ടെ. കടുക് ഇപ്പോഴെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് നേരെ നടുവേ കീറിയതാണ് ചേർക്കുന്നത്. നടുവേ കീറി ഒന്നുകൂടി രണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് 10 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതാണ്. നിങ്ങൾക്ക് കൊച്ചുള്ളിക്ക് പകരം സവോളയാണെങ്കിലും ചേർക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റാം. ഇത് നന്നായി വഴന്നു വരുന്നതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളി വഴന്നു വരും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഞാനിതിങ്ങനെയൊക്കെ പറയുന്നത്. ഇത് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്കൊരല്പം കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കാം. ഞാൻ നീളത്തിലാണ് വെണ്ടയ്ക്ക അരിഞ്ഞിരിക്കുന്നത്. മെഴുക്ക് പുരട്ടി വയ്ക്കുമ്പോൾ ഇങ്ങനെ നീളത്തിൽ വെണ്ടയ്ക്ക അരിഞ്ഞാൽ അതായിരിക്കും ഒന്നുകൂടി കാണാൻ ഭംഗിയും കറി വെച്ച് രസമുള്ളത് അങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിയാം. ചിലർ വട്ടത്തിൽ അരിയുന്നവരുണ്ട്, കുറുകെ അരിയുന്നവരുണ്ട്. പക്ഷെ ഞാനിങ്ങനെയാണ് മെഴുക്ക് പുരട്ടിക്ക് അരിയുന്നത്. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് നന്നായി മാറി വരണം. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് എണ്ണയിൽ തന്നെ കിടന്ന് ഫ്രൈ ആയിട്ട് വേണം വെന്ത് കിട്ടാൻ. ഇപ്പം ഏകദേശം ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതിന് വഴുവഴുപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കറി വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാണുകയില്ല. അതുപോലെ തന്നെ ഒരു പച്ച ചുവ പോലെയൊക്കെ വരും. അതുകൊണ്ട് നന്നായിട്ട് അതിൻ്റെ വഴുവഴുപ്പ് മാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കണ്ടോ, ഇതിനകത്ത് നൂല് പോലെ വഴറ്റുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അത് നന്നായി മാറുന്നത് വരെ നന്നായി വഴറ്റണം.
ഈ സമയം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഒരല്പം കൂടി ചേർക്കാം, ആവശ്യമെങ്കിൽ മാത്രം. എനിക്കിത് ഉപ്പൊക്കെ കറക്റ്റാണ്. ഇതിപ്പോൾ ഏകദേശം വഴുവഴുപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിതിനാവശ്യമായ പൊടികളൊക്കെ ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. വീണ്ടും നമുക്കിതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനകത്ത് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് പിടിച്ച് വരണം. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് എണ്ണയിൽ തന്നെ കിടന്ന് ഫ്രൈ ആയിട്ട് വെന്ത് വരണം. അപ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ്. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്നതിനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു ചെറിയൊരാവി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നിങ്ങളുടെ വിലയേറിയ ഓരോ കമൻറ്റും എൻ്റെ വീഡിയോ ഒന്നുകൂടി നന്നാക്കുന്നതിനായിട്ട് എനിക്ക് പ്രചോദനമാകുന്നതാണ്. വീഡിയോ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അപ്പോഴപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കാതിരിക്കുക. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇതിനാവശ്യത്തിനുള്ള എരിവും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി.